ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയുടെ ക്ലാസ്സാണ്. സാഖ്യയോഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭഗവത്ഗീത പഠിക്കണം. നമ്മുടെ ചാനൽ കാണുന്ന, അതായത് ഈ ഭഗവത്ഗീതയുടെ ക്ലാസ് കാണുന്ന കുറച്ച് ആളുകളുണ്ട്. മറ്റ് വീഡിയോസ് കാണുന്ന ആളുകളുടെ അത്രയും ഭഗവത്ഗീതയുടെ ക്ലാസ് കാണുന്നില്ല, അതെനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് പേര് സ്ഥിരമായി ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ പേഴ്സണൽ അഭിപ്രായം, എനിക്ക് പേഴ്സണലായിട്ടുണ്ടായ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവത്ഗീത പഠിക്കുന്നതിനു മുമ്പ് എനിക്കുണ്ടായിരുന്ന ധാരണകളും അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ, അത് മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ധാരണകൾക്കും തമ്മിൽ വലിയൊരു അന്തരമുള്ളതായി എനിക്ക് മനസ്സിലായി. അതിനു മുമ്പ് ഞാൻ ചില കാര്യങ്ങളെ ചില രീതിയിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് പഠിച്ചു കഴിയും തോറും എൻ്റെ ആ കാഴ്ചപ്പാടുകൾ മാറാനായിട്ട് തുടങ്ങി. നമ്മുടെ ചാനലിൽ 2 ദിവസം ക്ലാസ് ഇടുന്നതിൻ്റെ കാരണം, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അവിടെ പോയിരുന്ന് ആ ക്ലാസ് കേൾക്കാനൊക്കെ ആയിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിൽ ഞാൻ വിചാരിച്ചു ഭഗവത്ഗീതയുടെ ക്ലാസ് ആഴ്ച 2 ദിവസം ഇടാം. കാരണം എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് നമുക്കത് കേൾക്കാമല്ലോ. എനിക്കറിയാവുന്നതുപോലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുകയും അതിലെന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നതെന്ന് അപൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സാഖ്യയോഗമാണ്. അതിൽ 18 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു. അതായത് അർജുനനോട് ഭഗവാൻ പറയുകയാണ്, എന്താണ്? ആത്മാവ് നിത്യവും നാശരഹിതവുമാണ്, അതിനെ വഹിക്കുന്ന ഈ ശരീരം നശ്വരമാണ്, അതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. ഇനി 19ാമത്തെ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യേനം വേത്തി ഹന്താരം യശ്ചൈന്യം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ ന്യായം ഹന്തി ന ഹന്യതേ. യ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരോ അവൻ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏനം ഈ വേത്തി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയുന്നു എന്നാണ്. ഹന്താരം അർത്ഥം കൊല്ലുന്നവൻ. യശ്ചൈന്യം ആരോ അവൻ. മന്യതേ ചിന്തിക്കുക, ഹതം കൊല്ലുക, ഉഭൗ രണ്ടും, തൗ അത്, ന ഇല്ല, വിജാനീതോ അറിയുന്നു, ന്യായം അതിൽ ന എന്ന് പറയുന്ന വാക്കിൻ്റെ ആ അക്ഷരത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇല്ല എന്നാണ്. അയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. ഹന്തി കൊല്ലുക, ന ഇല്ല, ഹന്യതേ കൊല്ലുന്നവനായി ധരിക്കുക. ഇനി വാക്യാർത്ഥം നോക്കാം. ആര് ആത്മാവിനെ ഹന്താവെന്നും ഹതനെന്നും, അതായത് കൊല്ലുന്നവനെന്നും കൊല്ലപ്പെട്ടവനെന്നും ധരിക്കുന്നു, ആ 2 പേരും തത്വം അറിയുന്നില്ല. അതായത് ആത്മാവ് ഹനിക്കുന്നുമില്ല, ഹനിക്കപ്പെടുന്നുമില്ല. ആരാണോ ഈ ആത്മാവിനെ കൊല്ലുന്നവനായി അറിയുന്നത്, ആരാണോ ഈ ആത്മാവിനെ കൊല്ലപ്പെടുന്നവനായി അറിയുന്നത്, അവർ 2 പേരും ആ സത്യം വേർതിരിച്ചറിയുന്നില്ല. ഈ ആത്മാവ് കൊല്ലുന്നുമില്ല, കൊല്ലപ്പെടുന്നുമില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ജഡചേതന വസ്തുക്കളുടെ രഹസ്യ വിചാരം ചെയ്ത് വേർതിരിച്ചറിയാൻ കഴിയാത്തവർ ഇന്ദ്രിയജന്യമായ ജഡജ്ഞാനത്തെ തന്നെ സത്യമായി കണക്കാക്കുന്നു. അതിനപ്പുറത്ത് അവർക്ക് ഒരു സത്യവും കാണാനാകില്ല. ജഡം നശിച്ചാൽ വസ്തു നശിച്ചതായി അവർ കരുതുന്നു. ആത്മാവിനെ അറിയാതെ
ഞാൻ ദേഹമാണെന്ന് ഭ്രമിക്കുന്നവർ ഞാൻ കൊല്ലപ്പെട്ടുവെന്നും ഞാൻ കൊല്ലപ്പെടുന്നുവെന്നും ഞാൻ കൊല്ലുന്നുവെന്നും എന്തു ചെയ്യുന്നു? ഭ്രമിക്കുന്നു. ഇവർ സത്യം കണ്ടവരല്ല. അവർക്ക് പ്രാഥമികമായ വസ്തുബോധം പോലുമില്ല. അർജുനനോട് ഇക്കൂട്ടത്തിൽ പെടരുതെന്നാണ് ഭഗവാൻ ആവശ്യപ്പെടുന്നത്. അതായത് അർജുനൻ കരയുകയാണ്, ഞാൻ എൻ്റെ ആചാര്യനെ കൊല്ലണമല്ലോ, ഞാൻ കൊന്നുകഴിഞ്ഞാൽ എൻ്റെ ആചാര്യൻ മരിക്കുമല്ലോ, ആ പാപം ഞാൻ ഏറ്റെടുക്കണമല്ലോ, ഞാൻ എൻ്റെ പിതാമഹനെ വധിക്കണമല്ലോ, അപ്പോൾ ഞാൻ പിതാമഹനെ വധിച്ചവനാകുന്നില്ലേ, എൻ്റെ പിതാമഹൻ മരിച്ചു പോകില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് അർജുനൻ എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ മുമ്പിലിരുന്ന് കരയുന്നത്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, അങ്ങനെ ചിന്തിക്കരുത്, സത്യം അതൊന്നുമല്ല, ഈ കാണുന്ന ദേഹം, ആ ദേഹം നശിക്കപ്പെടേണ്ടതാണ്. നിന്റെ ദേഹവും എന്തു ചെയ്യപ്പെടുന്നതാണ്? ഒരു കാലത്ത് നശിക്കുന്നതാണ്. പിതാമഹൻ്റെ ദേഹവും അല്ലെ ആചാര്യൻ്റെ ദേഹവും ഒരു കാലത്ത് എന്തു ചെയ്യും? നശിക്കപ്പെടും. നിന്റെ ഉള്ളിലുള്ള ആത്മാവും എന്തു ചെയ്യും? ഒരു ദിവസം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. അതായത് നമ്മൾ കാണുന്ന നമ്മളുടെ ശരീരം എന്ന് നമ്മൾ ധരിക്കുന്ന, നമ്മൾ നന്നായി വസ്ത്രം ധരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നന്നായി അണിഞ്ഞൊരുങ്ങിക്കുന്ന, നമ്മൾ നന്നായി നമ്മുടെ ശരീരത്തെ പറ്റി ഓർത്ത് അഹങ്കരിക്കുന്ന, നമ്മുടെ സൗന്ദര്യത്തെ പറ്റി ഓർത്ത് അഹങ്കരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ വലിയ കേമനാണെന്ന് നടിക്കുന്ന ഈ ശരീരം എന്തു ചെയ്യും? ഒരു നാൾ നശിക്കും. തൻ്റെ എതിരാളിയുടെയോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുജനങ്ങളുടെയോ തൻ്റെ ഗുരുജനങ്ങളുടെയോ ശരീരവും എന്തു ചെയ്യും? ഒരു ദിവസം നശിക്കും. തൻ്റെ ഉള്ളിലുള്ള പരമാത്മാവ്, ആ ആത്മാവിന് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? നാശമില്ലാതെ ഇരിക്കുകയുള്ളൂ. അത് തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനും നാശമുണ്ടാവുകയില്ല, തൻ്റെ ശത്രുക്കളുടെ ഉള്ളിലുള്ള ആത്മാവിനും നാശമുണ്ടാവുകയില്ല, തൻ്റെ ബന്ധുജനങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനും എന്തുണ്ടാകില്ല? നാശമുണ്ടാവുകയില്ല. അതൊരിക്കലും നശിക്കാത്തതാണ്. അത് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് തീർച്ചയായും പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നുവെന്നോ അല്ലെങ്കിൽ മറ്റൊരാളാൽ ഞാൻ കൊല്ലപ്പെട്ടുവെന്നോ ഒരിക്കലും കരുതേണ്ടതില്ല. നമ്മൾ നമ്മുടെ കർമ്മം, ഇവിടെ അർജുനൻ്റെ കർമ്മമാണ് അനുഷ്ഠിക്കാൻ പറയുന്നത്. അവിടെ അന്ന് അർജുനൻ്റെ കർമ്മം നമ്മൾ ആലോചിക്കും, കൊല്ലാനാണോ ഭഗവാൻ പറയുന്നതെന്ന്. അല്ല, കൊല്ലാനല്ല ഭഗവാൻ പറയുന്നത്. അന്നത്തെ സാഹചര്യം, അന്നത്തെ കാലഘട്ടമെന്ന് പറയുന്നത് അവിടെ ഒരു യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ്. ആ യുദ്ധത്തിൽ ധർമ്മം സ്ഥാപിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അർജുനൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അവിടെ അർജുനൻ അനുഷ്ഠിക്കേണ്ട കർമ്മമെന്ന് പറയുന്നത് എന്താണ്? യുദ്ധമാണ്. അവിടെയാണ് ഭഗവാൻ പറയുന്നത്, നീ നിൻ്റെ കർമ്മം ഭയമില്ലാതെ ചെയ്യുമെന്ന്. ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ എന്നോടോ നിങ്ങളോടോ അല്ല ഭഗവാൻ ഇത് പറയുന്നത്. നമ്മളോട് പറയുന്നത് എന്താണ്? യുദ്ധം ചെയ്യാനല്ല ഭഗവാൻ പറയുന്നത്. നമ്മളോട് പറയുന്നത് നമ്മൾ അനുവർത്തിച്ചിരിക്കുന്ന, നമ്മളിൽ ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർമ്മം ചെയ്യണം. അവിടെ കർമ്മത്തിനാണ് പ്രാധാന്യം, യുദ്ധത്തിനല്ല. അവിടെ അർജുനൻ്റെ കർമ്മമാണ് യുദ്ധം. ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട കർമ്മം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് നാളെ അങ്ങനൊരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ അവരെന്താണ് ചെയ്യേണ്ടത്? അവരവരുടെ കർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്. അവിടെ ചിലപ്പോൾ നമ്മുടെ ശത്രുഭാവത്തിൽ വന്ന് നിൽക്കുന്നത്, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ശത്രുഭാവത്തിൽ വന്ന് നിൽക്കുന്നത് ആരായിരിക്കാം? ചിലപ്പോൾ നമ്മുടെ ബന്ധുജനങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാരാകാം, ഗുരുക്കന്മാരാകാം, അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്നും നോക്കാൻ പാടില്ല. എൻ്റെ അച്ഛനായതുകൊണ്ട്, അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട്, ശത്രുരാജ്യത്തിൽ നിന്നും വന്നത് എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട്, അല്ലെങ്കിൽ ശത്രുരാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത് എൻ്റെ ബന്ധുവായതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടാൻ പാടുണ്ടോ? ഇല്ല. അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മുടെ മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കാനായി വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരനാണെങ്കിലും നമ്മുടെ ബന്ധുവാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ നിയമവ്യവസ്ഥിതിയിൽ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അത് നമ്മൾ എന്ത് ചെയ്യണം? നിർവഹിച്ചിരിക്കണം. നമ്മൾ യഥാസ്ഥലത്ത് അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം. ഒരു പട്ടാളക്കാരൻ്റെ മുമ്പിലേക്കാണ് തൻ്റെ സഹോദരൻ ശത്രുരാജ്യത്തിന് വേണ്ടി ആയുധമെടുത്ത് വന്നിരിക്കുന്നതെങ്കിൽ ഇതെൻ്റെ സഹോദരനാണെന്ന് കരുതി ഒരിക്കലും കൈവിറയ്ക്കാൻ പാടില്ല. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അത് പട്ടാളക്കാരനോട് യുദ്ധം ചെയ്യാൻ
ഏൽപ്പിച്ചിരിക്കുന്നവനോട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരവാദിത്തപ്പെട്ടിടത്ത് അറിയിക്കുക എന്നുള്ളത്. അതായത് ഓരോരുത്തരോടും അവരവരുടെ കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ കർമ്മം എന്താണ്? നന്നായി പഠിക്കുക, നല്ല ഒരു വിദ്യാർത്ഥിയായിരിക്കുക, നല്ലൊരു പൗരനായിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ കർമ്മം. മാതാപിതാക്കളുടെ കർമ്മം എന്താണ്? അധ്യാപകൻ്റെ കർമ്മം എന്താണ്? രാഷ്ട്രീയക്കാരുടെ കർമ്മം എന്താണ്? അവരോരോരുത്തരും അവരവരിൽ അധിഷ്ഠിതമായിരിക്കുന്ന തൻ്റെ കർമ്മങ്ങൾ ചെയ്യുക. ഒരു പോലീസുകാരൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? ഒരു ന്യായാധിപൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? ഒരു പട്ടാളക്കാരൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? അവിടെ ബന്ധുജനങ്ങളാണെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനാണെന്നോ നോക്കാൻ പാടില്ല. അതുകൊണ്ടാണ് കോടതിയിൽ നീതിദേവതയുടെ കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നത്. അവിടെ എന്താണ്? നീതിയാണ് നടപ്പിലാക്കേണ്ടത്. അവിടെ കണ്ണു തുറന്നിരുന്നാൽ ചിലപ്പോൾ ആ ന്യായാധിപന് അല്ലെങ്കിൽ ന്യായാധിപയ്ക്ക് എന്തു തോന്നും? ഇതെൻ്റെ കൂട്ടുകാരനാണല്ലോ അല്ലെങ്കിൽ ഇതെൻ്റെ ബന്ധുവാണല്ലോ എന്ന് തോന്നി ആ നീതി നടപ്പാക്കാതിരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നീതിദേവതയുടെ കണ്ണ് കെട്ടിവെച്ച ആ രൂപം അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഭഗവാനും പറഞ്ഞത്, അവരവരുടെ കർമ്മം അനുഷ്ഠിക്കുക. അതല്ലാതെ രാഷ്ട്രീയ സംഘടനത്തിന് പോയി ഇന്നലെ വരെ തൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചവനെ വെട്ടിക്കൊല്ലുന്നതല്ല ധർമ്മം. അവൻ്റെ ധർമ്മം അതല്ല, അവൻ്റെ കർമ്മം അതല്ല. ഇവിടെ യുദ്ധം ചെയ്യാൻ അർജുനനോട് പറഞ്ഞിരിക്കുന്നത് അത് അർജുനൻ്റെ കർമ്മമായതുകൊണ്ടാണ്. അത് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകുക. ഇതാണ് നമ്മൾ ഓരോരുത്തരും ഭഗവത്ഗീത അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ ഒരിക്കലും നമ്മളോ നമ്മുടെ കുട്ടികളോ വഴിതെറ്റി സഞ്ചരിക്കുകയില്ല. അത് കൃത്യമായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ പഠിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലിരുന്ന ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വാളുമെടുത്ത് വെളിയിലേക്ക് ഇറങ്ങുമെന്ന്. ശരിയാണ്, നമ്മളെല്ലാവരും വാളുമെടുത്ത് വെളിയിലേക്ക് ഇറങ്ങും. അതെങ്ങനെയുള്ള വാളാണ് നമ്മളെടുത്ത് വെളിയിലേക്ക് ഇറങ്ങുന്നത്? ചിലപ്പോൾ ആ വാൾ എന്തായിരിക്കും? നമ്മുടെ നാവായിരിക്കും. ചിലപ്പോൾ നമ്മുടെ പേനയായിരിക്കും ആ വാള്, ഇല്ലേ? അല്ലാതെ ഒരാളെ വെട്ടിക്കൊല്ലാനുള്ള മൂർച്ചയേറിയ ആയുധമല്ല നമ്മൾ എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. ആ വാള് ചിലപ്പോൾ പേനയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നാക്കായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തികളായിരിക്കാം. അല്ലാതെ ഒരാളെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വാളുമായി ഇറങ്ങുന്നത്. ആ വാള് പല രീതിയിലാകാം. അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവനായതുകൊണ്ടാണ് അയാൾ അങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞതെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അർത്ഥം കൃത്യമായി അയാൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ ആ രീതിയിൽ പറയില്ലായിരുന്നു. ഭഗവാൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്നത് നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിക്കാനാണ്. ആ കർമ്മം നമ്മൾ അനുഷ്ഠിക്കുക. നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നമ്മുടെ ഇന്നത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് ആ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിക്കുക. ഓരോരുത്തരും അങ്ങനെ അവനവൻ്റെ കർമ്മം അനുഷ്ഠിച്ചാൽ നമ്മുടെ ഈ നാട് എന്തായിത്തീരും? രാമരാജ്യമായി തീരും. രാമരാജ്യം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ മാത്രം ജീവിക്കുന്ന രാജ്യമല്ല. പ്രജാക്ഷേമ തൽപരനായ ഒരു മഹാരാജാവ് നമുക്കുണ്ടായിരുന്നു. ഒരു പ്രജയുടെ ഒരു അഭിപ്രായം പോലും മാനിച്ച ആ ധർമ്മിഷ്ഠനായ രാജാവിൻ്റെ നാടായിരുന്നു രാമരാജ്യം. അവിടെ എല്ലാവർക്കും തുല്യനീതിയായിരുന്നു, സ്നേഹവും സമാധാനവും ഉണ്ടായിരുന്നു. എതിരഭിപ്രായങ്ങൾ പോലും എന്തു ചെയ്തിരുന്നു? അവിടെ ഭരണാധികാരി കേട്ടിരുന്നു. എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നത്. അങ്ങനെ ഒരു രാജ്യം നമുക്കുണ്ടാകും. നമ്മുടെ നാട്ടിലുള്ള പോലീസുകാർ, രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, നമ്മൾ ഓരോരുത്തരും എല്ലാവരും തന്നെ അവരവരിൽ അനുഷ്ഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തോടു കൂടി ആ ജോലി ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ വാക്യം ഓർത്തിരുന്നു കൊണ്ട് എന്തു ചെയ്യുക? നമ്മൾ നമ്മുടെ കർമ്മം അനുഷ്ഠിക്കുക. അതാണ് ഭഗവാൻ വീണ്ടും വീണ്ടും അർജുനനോട് ഓരോരോ ഉദാഹരണങ്ങളായി പറഞ്ഞു തന്നിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഹരേ കൃഷ്ണ.